എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ആ രാത്രിയിലും ഷഹ്റസാദ് തൻ്റെ കഥ തുടരുകയാണ്. അങ്ങനെ രാജാവിൻ്റെ സമ്മതത്തോടെ കൂനനെ വധിച്ചതിൽ പ്രതിയായ ക്രിസ്ത്യാനി തൻ്റെ അനുഭവകഥ പറയാൻ തുടങ്ങി. അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്ത് വന്നത് വ്യാപാരത്തിന് വേണ്ടിയാണ്. വിധി എന്നെ അങ്ങയോടൊപ്പം ഇവിടെ താമസിക്കാൻ ഇടവരുത്തി. എന്നാൽ ഈജിപ്തിലെ കെയ്റോ ആണ് എൻ്റെ ജന്മസ്ഥലം. ഞാൻ വളർന്നു വലുതായതും അവിടെ തന്നെ. എൻ്റെ അച്ഛനും ഒരു കച്ചവട ദല്ലാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ബിസിനസ് ഏറ്റെടുത്തു. ഒരു ദിവസം ഞാൻ എൻ്റെ കടയിലിരിക്കുമ്പോൾ അതികോമലനായ ഒരു യുവാവ് മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് ഭംഗിയുള്ള ഒരു കഴുതപ്പുറത്തേറി എൻ്റെ അടുത്ത് വന്നു. അയാൾ എന്നെ വണങ്ങി. ഞാൻ എഴുന്നേറ്റ് അയാളെ സ്വീകരിച്ചിരുത്തി. ഒരു തൂവാലയിൽ പൊതിഞ്ഞു വച്ചിരുന്ന കുറെ എള്ള് എടുത്തു കാണിച്ച് അയാൾ ചോദിച്ചു, ഈ ജാതി എള്ളിന് എന്ത് വില കിട്ടും? ചാക്കൊന്നിന് 10 ദിർഹം, ഞാൻ പറഞ്ഞു. ചുമട്ടുകാരുമായി ജവാലി മാർക്കറ്റിൽ വരണം എന്ന് പറഞ്ഞ് അയാൾ പോയി. അയാൾ കൊണ്ടുവന്ന എള്ള് ഞാൻ മറ്റു കച്ചവടക്കാരെ കാണിച്ചു. ചാക്കൊന്നിന് 11 ദിർഹം തരാമെന്നവർ സമ്മതിച്ചു. സന്തോഷത്തോടെ 4 ചുമട്ടുകാരുമായി ഞാൻ യുവാവ് പറഞ്ഞ സ്ഥലത്തു ചെന്നു. ഗുദാമിൽ നിന്നും 50 ചാക്ക് എള്ള് അളന്നെടുത്തു. ഒരു ചാക്കിന് 1 ദിർഹം എന്ന നിരക്കിൽ കമ്മീഷൻ തരാമെന്ന് അയാൾ സമ്മതിച്ചു. കമ്മീഷൻ കഴിച്ചുള്ള തുക പിന്നീട് വന്നു വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് അയാൾ വിടവാങ്ങി. ആ കച്ചവടത്തിൽ എനിക്ക് തരക്കേടില്ലാത്ത കമ്മീഷൻ ലഭിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ വന്നു. പണം അപ്പോൾ ആവശ്യമില്ലെന്നും ഞാൻ സൂക്ഷിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് പോയി. 1 മാസം കൂടി കഴിഞ്ഞ് അയാൾ വീണ്ടും വന്നു. അപ്പോഴും പണം കൈപ്പറ്റിയില്ല. ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും അയാൾ ഒഴിഞ്ഞു മാറി. അടുത്ത മാസം വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാൻ വരാം. പക്ഷേ അന്നും വന്നില്ല. ഈ മനുഷ്യന് എന്നെ ഇത്ര വിശ്വാസമാണല്ലോ എന്നു ഞാൻ തന്നെത്താൻ പറഞ്ഞു. വീണ്ടും 1 മാസം കൂടി കടന്നുപോയി. ഒരു ദിവസം അയാൾ വന്നു. സുന്ദരനും സുസ്മേരവദനുമായ അയാളോട് ഞാൻ ചോദിച്ചു, പണം എണ്ണിത്തരട്ടെ? കുറച്ചുകൂടി ക്ഷമിക്കൂ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്. അത് കഴിയുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് പണം വാങ്ങാതെ അയാൾ പോയി. അടുത്തെങ്ങും അയാൾ വരാനിടയില്ലെന്ന് കരുതി ആ പണം ഞാൻ പലിശയ്ക്ക് കൊടുത്തു. 1 വർഷത്തിനുള്ളിൽ നല്ലൊരു തുക ആ ഇനത്തിൽ എനിക്ക് കിട്ടി. അവസാനം അയാൾ എത്തി. ഇത്തവണ എൻ്റെ അതിഥിയെ സൽക്കരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നോടൊപ്പം ഭക്ഷണം കഴിക്കാമെന്ന് അയാൾ സമ്മതിച്ചു. ഞാൻ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി. ഇടതുകൈ കൊണ്ടാണ് അയാൾ ഭക്ഷണം കഴിച്ചത്. അയാൾ വലതുകൈ ഉപയോഗിക്കാത്തതിൽ എനിക്ക് അതിശയം തോന്നി. അയാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കൈ കഴുകാനായി ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തു. തുടയ്ക്കാനായി ടവൽ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ മധുരപലഹാരങ്ങൾ കഴിച്ചുകൊണ്ട് സംഭാഷണത്തിലേർപ്പെട്ടു. ഞാൻ ചോദിച്ചു, അങ്ങെന്തുകൊണ്ടാണ് ഇടതുകൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്? ഒരുപക്ഷെ മറ്റേ കൈന് എന്തെങ്കിലും അസുഖമുണ്ടോ? അയാൾ ഷർട്ടിൻ്റെ വലതുകൈ പൊക്കി കാണിച്ചു കൊടുത്തു. ആ കൈയിലെ കൈപ്പത്തി മുറിച്ചു കളയപ്പെട്ടിരിക്കുന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. അയാൾ പറഞ്ഞു, അത്ഭുതപ്പെടണ്ട. ഞാൻ ഇടതുകൈ കൊണ്ട് ഭക്ഷണം കഴിച്ചത് മര്യാദകേടായോ ധിക്കാരമായോ കരുതരുത്. അനിവാര്യമായതുകൊണ്ടാണ്. വിചിത്രമായ ഒരു വീരസാഹസം മൂലമാണ് എൻ്റെ വലതുകൈ നഷ്ടപ്പെട്ടത്. എന്താണ് കാരണം? ഞാൻ ചോദിച്ചു. അയാൾ പറയാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ ബാഗ്ദാദിലെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ യുവത്വത്തിലേക്ക് കടന്നപ്പോൾ തീർത്ഥാടകർ, വഴിപോക്കർ, സഞ്ചാരികൾ, വ്യാപാരികൾ തുടങ്ങിയവർ ഈജിപ്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് എൻ്റെ മനസ്സിൽ ആ രാജ്യത്തെക്കുറിച്ച് വലിയ താല്പര്യമുയർത്തി. എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാൻ വലിയൊരു തുക സ്വരൂപിച്ച് ബാഗ്ദാദിലെയും മൊസൂലിലെയും ചരക്കുകൾ വാങ്ങിക്കൂട്ടി കെട്ടുകളാക്കി യാത്രയ്ക്ക് തയ്യാറായി. നിങ്ങളുടെ നഗരത്തിലെത്തുന്നതുവരെ അള്ളാഹ് എന്നെ സുരക്ഷിതനായി കാത്തുരക്ഷിച്ചു. പിന്നെ കെയ്റോയിലെത്തി ആ കമ്പോളത്തിൽ ഒരു ഗുദാം വാടകയ്ക്കെടുത്ത് വിൽപ്പനയ്ക്കുള്ളതെല്ലാം അവിടെ സൂക്ഷിച്ചു. 2 ദിവസം കഴിഞ്ഞ് കുറേ ചരക്ക് അടിമകളുടെ ചുമലിലേറ്റി ദല്ലാൽമാരെ സമീപിച്ചു.
എൻ്റെ പക്കലുള്ളതെല്ലാം മൊത്തമായി വാങ്ങാൻ ശേഷിയുള്ളവർ ആ കമ്പോളത്തിലില്ലെന്ന് അവർ പറഞ്ഞു. തവണകളായി വിറ്റു തീർക്കുന്നതാണ് നല്ലതെന്നും ഉപദേശിച്ചു. എല്ലാം വിറ്റുതീരുന്നതുവരെ കെയ്റോയിലെ കാഴ്ചകൾ കാണാമല്ലോ എന്നു ഞാൻ കരുതി. പിറ്റേന്നു തന്നെ സാധനങ്ങൾ കൈമാറി തുടങ്ങി. ആഴ്ചയിൽ 2 ദിവസം കച്ചവടക്കാരിൽ നിന്നും തുക പിരിക്കും. മറ്റു ദിവസങ്ങളിൽ സുഖമായി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കും. ഇതായിരുന്നു പതിവ്. ഒരു ദിവസം ഒരു വസ്ത്രവ്യാപാരിയുടെ പീടികയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ വന്നു. നീലപ്പട്ടുകൊണ്ടുള്ള മൂടുപടം അണിഞ്ഞിരുന്ന ആ സ്ത്രീ എൻ്റെ സമീപം ഒരു സ്റ്റൂളിലിരുന്ന് വിലപിടിച്ച തുണിത്തരങ്ങൾ തിരഞ്ഞു തുടങ്ങി. അവളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട ഹൃദയഹാരിയായ സുഗന്ധം എന്നെ മത്തുപിടിപ്പിച്ചു. ഇടയ്ക്ക് മൂടുപടം അല്പമൊന്നിളകിയപ്പോൾ ആ കരിമിഴികളിലെ വശ്യത എന്നെ ഹഠാത് ആകർഷിച്ചു. എന്തിനേറെ ആ സുന്ദരി എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അവൾ കച്ചവടക്കാരനോട് ചോദിച്ചു, ശുദ്ധ സ്വർണ്ണനൂല് കൊണ്ട് തുന്നിയ തുണി നിങ്ങളുടെ പക്കലുണ്ടോ? അപ്പോൾ അയാൾ എഴുന്നേറ്റ് പോയി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്ന തുണിയിൽ നിന്ന് ആവശ്യമുള്ളതെടുത്ത് അവൾക്ക് വിറ്റു. അവൾ പറഞ്ഞു, പണം ഇപ്പോഴെൻ്റെ കയ്യിലില്ല, വീട്ടിൽ ചെന്നിട്ട് കൊടുത്തയക്കാം. ഇത്തവണ അത് ബുദ്ധിമുട്ടാണ്, കടയുടമസ്ഥൻ പറഞ്ഞു. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹമാണ് ചരക്കിൻ്റെ ഉടമസ്ഥൻ. വിറ്റ് കിട്ടുന്നത് ഇന്നു തന്നെ കൊടുത്തു തീർക്കണം. ആ സ്ത്രീക്ക് ദേഷ്യം വന്നു. മനുഷ്യരായാൽ നന്ദി വേണം. ഇതിലും വിലപിടിച്ചത് ഞാൻ തൻ്റെ കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ലേ? എന്തെങ്കിലും പണം തരാതിരുന്നിട്ടുണ്ടോ? അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇന്ന് ഇദ്ദേഹത്തിന് പണം കൊടുക്കാനുണ്ടല്ലോ. അവൾ ദേഷ്യത്തോടെ തുണിയോടെ വലിച്ചെറിഞ്ഞ് പോകാനായി തിരിഞ്ഞു. എൻ്റെ ആത്മാവ് അവളോടൊപ്പം പോകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഭവതി, ഭവതിയുടെ കോമളമായ കാലടികൾ പിന്നോക്കം വയ്ക്കുക. അവൾ പിന്തിരിഞ്ഞ് പുഞ്ചിരിയോടെ മറുപടി നൽകി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരാം. പിന്നെ എൻ്റെ മുന്നിലെ സ്റ്റൂളിൽ അവൾ ഇരുന്നു. അപ്പോൾ ഞാൻ കടക്കാരനോട് ചോദിച്ചു, ഈ കഷ്ണം തുണിക്ക് അവൾ ചോദിച്ച വില എത്രയാണ്? 1100 ദിറം, അയാൾ പറഞ്ഞു. ആ 100 ദിറം നിങ്ങളുടെ ലാഭമായിരിക്കും. ഒരു കഷ്ണം കടലാസ് കൊണ്ടുവരൂ, ഞാനതിന് ഒരു രസീതി എഴുതിത്തരാം. എന്നിട്ട് കച്ചവടക്കാരനോട് പറഞ്ഞു, ആ പട്ട് ഇവർക്ക് കൊടുത്തേക്കൂ. വില എൻ്റെ കണക്കിൽ വരവച്ചാൽ മതി. രസീത് ഞാൻ തരാം. ഭവതി ഇതിൻ്റെ വില പിന്നീട് തന്നാൽ മതി. ആഴ്ചയിൽ 2 തവണ ഞാനിവിടെ വരും എന്ന് സ്ത്രീയോടും പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഇതെൻ്റെ സമ്മാനമായിരിക്കട്ടെ. ഭവതിയുടെ മുഖം ഒരു നോക്ക് കാണാൻ എന്നെ അനുവദിച്ചാൽ മതി. ഇനിയും ഇതുപോലുള്ള സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം. അവൾ ശിരോവസ്ത്രം ഉയർത്തി. ആ മുഖം എന്നിൽ 1000 നെടുവീർപ്പുകൾ ഉയർത്തി. അവളോടുള്ള അനുരാഗത്താൽ എൻ്റെ ഹൃദയം വശീകരിക്കപ്പെട്ടു. എൻ്റെ ബുദ്ധി എനിക്ക് അന്യാധീനപ്പെട്ടു. അപ്പോൾ അവൾ ശിരോവസ്ത്രം താഴ്ത്തി. ഓ എൻ്റെ പ്രഭോ, അങ്ങയുടെ അസാന്നിധ്യം എന്നെ നിരാശയിൽ ആഴ്ത്താതിരിക്കട്ടെ. അവൾ തിരിഞ്ഞു നടന്ന് അപ്രത്യക്ഷയായി. ഉച്ചതിരിഞ്ഞുള്ള നിസ്കാരം വരെ ഞാൻ ആ കടയിൽ തന്നെ ഇരുന്നു, ആ പ്രേമത്തെ ആവാഹിച്ചുകൊണ്ട്. ഞാനപ്പോൾ മറ്റൊരു ലോകത്തിലായിരുന്നു. വികാരവിക്ഷോഭം അടക്കാനാവാതെ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ആ വ്യാപാരിയോട് ചോദിച്ചറിയുവാൻ തീരുമാനിച്ചു. എൻ്റെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി നൽകി. ഇവൾ വളരെ ധനികയായൊരു മഹിളയാണ്. ഈയിടെ മൃതിയടഞ്ഞ ഒരു പ്രഭുവിൻ്റെ പുത്രി. ധാരാളം ധനം അച്ഛൻ മകൾക്കായി സമ്പാദിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ സ്വന്തം വാസസ്ഥലത്തെത്തി. ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും അവളെക്കുറിച്ചോർത്ത് എനിക്കൊന്നും കഴിക്കാനായില്ല. പിന്നെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഉറക്കവും എന്നിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ രാത്രി മുഴുവൻ നിദ്രാവിഹീനായി നേരം പുലരുന്നതും നോക്കി മെത്തയിൽ കിടന്നു. നേരം പുലർന്നപ്പോൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കടയിൽ ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തലേ ദിവസം കണ്ട സുന്ദരി ഒരു ഭൃത്യയോടൊപ്പം അവിടെ വന്നു. കച്ചവടക്കാരനെ ഗവനിക്കാതെ അവൾ എന്നോട് സംസാരിച്ചു. പട്ടിൻ്റെ വിലയായ 1100 ദർഹം അവൾ തന്നു. അവൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് പിന്നിലായി ഞാനും നടന്നു. കമ്പോളത്തിന് പുറത്ത് എനിക്ക് വേണ്ടി അവൾ കാത്തുനിന്നു. അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്നു രാത്രി ഭവതിയുടെ അതിഥിയായി എന്നെ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു. ഇന്ന് വേണ്ട, നാളെ ഉച്ച കഴിഞ്ഞു വരൂ. അവൾ ക്ഷണിച്ചു. വീട്ടിലേക്കുള്ള വഴിയും പറഞ്ഞു തന്നു.
ഉറക്കമില്ലാത്ത ഒരു രാത്രി കൂടി ഞാൻ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് മോടിയായി വസ്ത്രം ധരിച്ച് വിലപിടിച്ച സുഗന്ധദ്രവ്യങ്ങൾ പൂശി 50 ദിനാർ ഒരു ഉറുമാലിൽ പൊതിഞ്ഞെടുത്ത് വാടകയ്ക്കെടുത്ത കഴുതപ്പുറത്ത് കയറി കാമുകിയുടെ വീടിന് മുന്നിലെത്തി. ഞാൻ അവളുടെ വാതിലിൽ മുട്ടിയപ്പോൾ 2 അടിമ യുവതികൾ വന്നു. ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന ഉയർന്ന മാറിടങ്ങളുള്ള കന്യകമാർ. അവർ എന്നോട് ചോദിച്ചു, "അകത്തേക്ക് വരൂ, ഞങ്ങളുടെ യജമാനത്തി അങ്ങയെ കാത്തിരിക്കുകയാണ്." അങ്ങയെക്കുറിച്ചോർത്ത് ആനന്ദിച്ചുകൊണ്ടവൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടേയില്ല. ചുമരിലെ അലങ്കാരങ്ങളും നിലത്ത് വിരിച്ച പരവതാനിയും ഹാളിൻ്റെ മധ്യത്തിലുള്ള ജലധാരയും ഞാൻ വിസ്മയത്തോടെ നോക്കി നിന്നു. ഞാൻ മുറിയിൽ കടന്ന് ഒരു പീഠത്തിലിരുന്നപ്പോൾ ആ മഹതി പവിഴങ്ങളും രത്നങ്ങളും പതിച്ച കിരീടം ധരിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷമായി. അവളുടെ കവിളിൽ കൃത്രിമമായൊരു കാക്കാപ്പുള്ളി തൊട്ടിട്ടുണ്ട്. കൺപുരികങ്ങൾ കൺമഷി കൊണ്ട് കറുപ്പിച്ചിരിക്കുന്നു. കൈകാലുകൾ മൈലാഞ്ചിയിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. അവൾ എന്നെ കണ്ടയുടനെ എൻ്റെ അരികിലെത്തി എന്നെ ഗാഠമായി ആശ്ലേഷിച്ച് മാറോടണച്ചു. അവൾ എന്നെ ചുംബിച്ചു. അവളുടെ അധരത്തിന് തേനിൻ്റെ മധുരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വികാരാവേശത്തോടെ അവൾ മൊഴിഞ്ഞു, "ഓ എൻ്റെ പ്രാണനാഥ, അങ്ങ് വന്നല്ലോ. അങ്ങയെ കണ്ട മുതൽ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എൻ്റെ തങ്കം, ഞാൻ നിൻ്റെ അടിമയാണ്. എനിക്കും ഉറക്കമില്ലായിരുന്നു. നിൻ്റെ ഓർമ്മയിൽ വിശപ്പും ദാഹവും മറന്നു." ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. എന്തെല്ലാം വിഭവങ്ങളായിരുന്നെന്നോ. ഓരോന്നായി അവൾ എനിക്ക് വിളമ്പിത്തന്നു. പാതിരാവാകുന്നതുവരെ വയർനിറയെ മധുരപലഹാരങ്ങൾ തിന്നും മത്ത് പിടിക്കുവോളം വീഞ്ഞു കുടിച്ചും കഴിച്ചുകൂട്ടി. പിന്നീട് നേരം വെളുക്കുവോളം പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് കാമകേളികളിൽ മുഴുകി. അതുപോലൊരു രാത്രി അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. രാവിലെ തുവാലയിൽ പൊതിഞ്ഞ 50 ദിനാർ സ്വർണ്ണ നാണയം അവളുടെ തലയണയ്ക്കടിയിൽ വെച്ചിട്ട് ഞാൻ യാത്ര പറഞ്ഞു. "ഇനി എന്നാണ് എൻ്റെ ഹൃദയേശ്വരനെ കാണുക?" അവൾ ചോദിച്ചു. "ഇന്നു രാത്രിയും ഞാൻ വരും," ഞാൻ പറഞ്ഞു. എൻ്റെ താമസ സ്ഥലത്തെത്തി അടിമകളെക്കൊണ്ട് ഒന്നാന്തരം ഇറച്ചിക്കറിയും പലഹാരങ്ങളും പാകം ചെയ്യിച്ച് ഞാൻ അവൾക്ക് കൊടുത്തയച്ചു. വൈകുന്നേരം 50 ദിനാർ സ്വർണ്ണ നാണയങ്ങളുമായി വീണ്ടും അവളുടെ അടുത്ത് ചെന്നു. അന്നും രാജകീയമായ സ്വീകരണമാണ് എനിക്ക് ലഭിച്ചത്. തീറ്റയും കുടിയും കഴിഞ്ഞ് ഞങ്ങളിരുവരും സ്വർഗീയ അനുഭൂതിയിൽ മുഴുകി. രാവിലെ പണക്കിഴി അവിടെ വെച്ചിട്ട് ഞാൻ പോന്നു. എൻ്റെ പണം മുഴുവൻ തീരുന്നതുവരെ ഈ ദിനചര്യ തുടർന്നു. സുന്ദരമായൊരു രാത്രിക്ക് ശേഷം ഞാൻ നിർധനനാണെന്ന പരമാർത്ഥം എനിക്ക് മനസ്സിലായി. ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും എൻ്റെ കയ്യിൽ അവശേഷിച്ചിരുന്നില്ല. ഞാൻ സ്വയം പറഞ്ഞു, ഇതെല്ലാം സാത്താൻ്റെ പണികളാണ്. അന്ന് ഒരു ഉത്സവ ദിവസമായിരുന്നു. തെരുവിൽ നിറയെ ആൾക്കൂട്ടം. എൻ്റെ വിധിയെന്ന് പറയട്ടെ. അതിനിടയിൽ നിൽക്കുന്ന ഒരു അശ്വാരൂഢനിൽ എൻ്റെ ശ്രദ്ധ പതിഞ്ഞു. ഞാൻ അറിയാതെ അയാളുടെ അരികിലേക്ക് സ്വയം നയിക്കപ്പെട്ടു. അയാളുടെ പോക്കറ്റിൽ എൻ്റെ കൈ കൊണ്ടപ്പോൾ അതിൽ ഒരു പണസഞ്ചിയുണ്ടെന്ന് എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് ഒരു പച്ച സിൽക്ക് നൂൽ ഞാന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അതൊരു പണസഞ്ചിയാണെന്ന് എനിക്ക് ഉറപ്പായി. ഓരോ നിമിഷവും ജനത്തിൻ്റെ തള്ളിച്ച കൂടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് വിറകുകെട്ടുകൾ ചുമന്നുകൊണ്ട് അതിലെ ഒരു ഒട്ടകം കടന്നുപോയി. അത് ആ അശ്വാരൂഢനെ എതിർവശത്തേക്ക് ഉന്തിത്തള്ളി നീക്കാനിടയാക്കി. അയാൾ ഒന്ന് വട്ടം തിരിഞ്ഞു. അപ്പോൾ അയാളുടെ ഷർട്ട് കീറിപ്പോയി. സാത്താൻ്റെ പ്രേരണയാൽ ഞാൻ പച്ച സിൽക്ക് ചരട് പിടിച്ചു വലിച്ച് നീല സിൽക്ക് തുണി കൊണ്ടുള്ള ഒരു പണസഞ്ചി കൈക്കലാക്കി. എന്നാൽ അയാളാകട്ടെ തൻ്റെ പോക്കറ്റ് പെട്ടെന്ന് ഭാരം കുറഞ്ഞതായി കണ്ടു. കൈ പോക്കറ്റിലിട്ട് നോക്കി. അത് കാലിയായിരിക്കുന്നു. ഉടനെ അയാൾ എൻ്റെ നേരെ തിരിഞ്ഞു. തൻ്റെ ജീനിയിൽ നിന്നും കുന്തം വലിച്ചൂരി. അതുകൊണ്ട് എൻ്റെ തലയ്ക്കടിച്ചു. ഞാൻ ഉടനെ നിലം പതിച്ചു. അതോടെ ആളുകൾ ചുറ്റും കൂടി പടയാളിയുടെ കുതിരയെ തടഞ്ഞു നിർത്തി വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഒന്ന് തള്ളിയെന്ന് വെച്ച് ഈ യുവാവിനെ ഇങ്ങനെ അടിച്ചു വീഴ്ത്തുകയോ? എന്നാൽ പടയാളി അവരോട് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കള്ളനാണ്. അത് കേട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. ആളുകൾ എന്നെ നോക്കി അഭിപ്രായപ്പെട്ടു. ഇല്ല,
അവൻ ഒരു നല്ല യുവാവാണ്. അവൻ ഒരിക്കലും കക്കുകയില്ല. അതോടെ കാണികൾ രണ്ടു ചേരിയിലായി. തർക്കവും വാഗ്വാദവും നടക്കുന്നതിനിടയിൽ ന്യായാധിപൻ അതുവഴി വന്നു. എന്താണ് കുഴപ്പമെന്ന് അയാൾ പടയാളിയോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇവനൊരു കള്ളനാണ്. എൻ്റെ പോക്കറ്റ് അടിച്ചു. നീലനിറത്തിലുള്ള പേഴ്സും 20 ദിനാർ സ്വർണ്ണനാണയങ്ങളും അതിലുണ്ടായിരുന്നു. ഉടനെ ന്യായാധിപൻ എൻ്റെ ദേഹപരിശോധന നടത്താൻ ഉത്തരവായി. ഞാൻ കുപ്പായത്തിനുള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന പേഴ്സ് കണ്ടെടുത്തു. കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ന്യായാധിപൻ ശിക്ഷ വിധിച്ചു. കുറ്റം ചെയ്തവൻ്റെ 2 കൈപ്പത്തികളും വെട്ടിക്കളയാനായിരുന്നു കൽപ്പന. ആരാച്ചാർ എൻ്റെ വലതു കൈപ്പത്തി വെട്ടിമുറിച്ചു. ഇടതുകൈ വെട്ടുന്നതിനു മുമ്പ് പേഴ്സിൻ്റെ ഉടമസ്ഥൻ ഇടപെട്ടു. ശിക്ഷയുടെ ബാക്കി നടപ്പാക്കരുതെന്ന് അയാൾ അപേക്ഷിച്ചു. തളർന്നു വീണ എനിക്ക് കാണികളിൽ ചിലർ വീഞ്ഞു വാങ്ങിത്തന്നു. പടയാളി പേഴ്സ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതെടുത്തോളൂ. നിങ്ങളെ കണ്ടിട്ട് കള്ളനാണെന്ന് തോന്നുന്നില്ല. മുറിഞ്ഞ കൈ തൂവാല കൊണ്ട് കെട്ടി കുപ്പായത്തിൽ ഒളിപ്പിച്ച് ഞാൻ എൻ്റെ കാമുകിയുടെ വീട്ടിൽ പോയി. എനിക്ക് പോകാൻ മറ്റൊരിടമുണ്ടായിരുന്നില്ല. തളർന്ന് കിടക്കയിൽ വീണ എന്നോട് എന്താണ് അസുഖമെന്ന് അവൾ ചോദിച്ചു. തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല, മറ്റെന്തോ പ്രശ്നമുണ്ട്. എഴുന്നേൽക്കൂ, അവൾ അപേക്ഷിച്ചു. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു. അന്നു ഞാൻ ആഹാരമൊന്നും കഴിച്ചില്ല. ഇടതുകൈ കൊണ്ട് കഴിച്ചാൽ അവളോട് എന്തു സമാധാനം പറയുമെന്ന ആശങ്കയായിരുന്നു. അവളുടെ നിർബന്ധം സഹിക്കുവയ്യാതായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദുഃഖമുണ്ട്. അത് ശമിക്കാൻ കുറച്ച് വീഞ്ഞു വേണം. അവൾ വീഞ്ഞു പകർന്നു തന്നു. കണക്കിലധികം കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. ഉറക്കത്തിൽ അവളെൻ്റെ വലങ്കൈ കണ്ടു. കുപ്പായ കീശയിലെ പേഴ്സും കണ്ടെടുത്തു. കാര്യങ്ങളുടെ നിജസ്ഥിതി അവൾക്ക് മനസ്സിലായി. രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ പാകം ചെയ്ത കോഴിയിറച്ചിയും 1 കപ്പ് വീഞ്ഞും അവൾ എൻ്റെ മുന്നിൽ വെച്ചു. ഞാൻ അവ കഴിച്ച് പണസഞ്ചി അവളെ ഏൽപ്പിച്ച് പോകാൻ തയ്യാറായപ്പോൾ അവൾ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, എന്നോടുള്ള അമിതമായ സ്നേഹം മൂലമല്ലേ നിങ്ങളുടെ പണമെല്ലാം നശിച്ചതും ഈ കൈപ്പത്തി നഷ്ടപ്പെട്ടതും? എല്ലാറ്റിനും ഉത്തരവാദി ഞാനാണെന്ന് നിങ്ങളെയും അള്ളായെയും സാക്ഷ്യപ്പെടുത്തി പറയുന്നു. ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയില്ല. നിങ്ങളുടെ കാൽക്കൽ കിടന്ന് ഞാൻ മരിക്കും. എൻ്റെ വാക്കുകൾ സത്യമാണെന്ന് നിങ്ങൾ വേഗം മനസ്സിലാക്കും. പിന്നെ ഖാസിയെയും സാക്ഷികളെയും കൊണ്ടുവരാനായി അവൾ ആളെ വിട്ടു. അവർ എത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഈ യുവാവുമായുള്ള എൻ്റെ വിവാഹ കരാർ തയ്യാറാക്കുക. ഞങ്ങൾ വിവാഹിതരായെന്ന് സാക്ഷികളോടൊപ്പം രേഖപ്പെടുത്തുക. അവർ പ്രമാണം തയ്യാറാക്കിയപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ എല്ലാ സ്വത്തുക്കൾക്കും ഈ യുവാവ് ഇനി അധിപനാണ്. എല്ലാം ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടദാനമായി നൽകിയെന്ന് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു. അതിനുശേഷം അവൾ എന്നെ കൈപിടിച്ച് ഒരു അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലിയൊരു പെട്ടി തുറന്ന് എന്നോട് പറഞ്ഞു, ഇതിലെന്താണെന്ന് നോക്കൂ. ഞാൻ അതിലേക്ക് നോക്കി. അത് നിറയെ ഉറുമാലുകളാണ്. അവൾ പറഞ്ഞു, നിങ്ങളെനിക്ക് തന്ന പണമാണിതെല്ലാം. 50 ദിനാറുകൾ വെച്ച് കെട്ടിയ ഉറുമാലുകൾ. എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് ഞാൻ ഈ പെട്ടിയിലിട്ടു. അതെല്ലാം നിങ്ങളുടേതാണ്. എൻ്റെ ഹൃദയം ശാന്തമായി. ദുഃഖം നിലച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്ന് അവളെ ചുംബിച്ചു. അവളോട് നന്ദി പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ പ്രേമത്തിനു വേണ്ടി നിങ്ങൾ സ്വന്തം കൈ നഷ്ടപ്പെടുത്തി. അതിനു തുല്യമായി എനിക്ക് എന്താണ് നൽകാൻ കഴിയുക? അള്ളായാണേ, നിങ്ങളുടെ പ്രേമത്തിന് പകരം എൻ്റെ ജീവൻ തന്നെ തന്നാലും അതധികമാകില്ല. എന്നിലുള്ള നിങ്ങളുടെ അവകാശത്തിന് അതെത്രയോ നിസ്സാരമാണ്. അവൾക്കുള്ളതെല്ലാം എനിക്ക് തന്നു. എൻ്റെ കൈ നഷ്ടപ്പെട്ടത് അവൾ കാരണമാണെന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആ സങ്കടം അവളെ രോഗിയാക്കി. 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഉപേക്ഷിച്ച് അവൾ സ്വർഗത്തിലേക്ക് പോയി. എല്ലാ ചടങ്ങുകളും നടത്തിയ ശേഷം അവളുടെ മൃതദേഹം സംസ്കരിക്കപ്പെട്ടു. ധാരാളം പണം അവളുടെ പേരിൽ ധർമ്മം നൽകി. അതിനുശേഷം ശ്മശാനത്തിൽ നിന്നും ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അവൾ വമ്പിച്ച സ്വത്തിനുടമയായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. അവളുടെ ഗുദാമുകളിലൊന്നിൽ നിറയെ എള്ളായിരുന്നു. അതിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വിറ്റത്. അതെല്ലാം വിറ്റുതീരുന്നതുവരെ അതിൻ്റെ കണക്കെടുക്കാനുള്ള സമയമോ താല്പര്യമോ എനിക്കില്ലായിരുന്നു. ഇതുവരെയായിട്ടും അതിൻ്റെ പണം പിരിച്ചു കഴിഞ്ഞിട്ടുമില്ല.
അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നതിനെ നിങ്ങൾ നിരാകരിക്കരുത്. 2 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തരാനുള്ള എള്ളിൻ്റെ വില ഞാൻ നിങ്ങൾക്ക് പാരിതോഷികമായി തരാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എൻ്റെ വലതു കൈപ്പത്തി നഷ്ടപ്പെട്ടതിൻ്റെയും ഇടതുകൈയാൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നതിൻ്റെയും കാരണം. തീർച്ചയായും, ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്നോട് പരമാവധി കാരുണ്യവും ഔദാര്യവും കാണിച്ചു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കെന്തുകൊണ്ട് എന്നോടൊപ്പം വന്നുകൂടാ? ഞാൻ കെയ്റോയിലെയും അലക്സാണ്ട്രിയയിലെയും ചരക്കുകളുമായി തിരിച്ചു പോകാറായി. പറയൂ, നിങ്ങൾക്ക് എന്നോടൊപ്പം ബാഗ്ദാദിലേക്ക് വരാമോ? വരാം, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളോടൊപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചു. എൻ്റെ ചരക്കുകളെല്ലാം വിറ്റ് മറ്റു ചരക്കുകൾ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര തിരിച്ചു. അങ്ങനെ ഞാനും ആ യുവാവും ഇവിടെ എത്തി. അയാൾ സ്വന്തം ചരക്കുകൾ വിറ്റ് ഈ രാജ്യത്തെ സാമാനങ്ങൾ വാങ്ങിച്ച് ഈജിപ്തിലേക്കുള്ള തൻ്റെ യാത്ര തുടർന്നു. എന്നാൽ എൻ്റെ വിധി ഇവിടെ തുടരാനായിരുന്നു. അങ്ങനെ തലേന്ന് രാത്രിയിലെ ആ സംഭവത്തിൽ എനിക്ക് പങ്കാളിയാകേണ്ടി വന്നു. അങ്ങനെയാണ് കൂനൻ്റെ കേസിൽ ഞാൻ പ്രതിയായത്. അല്ലയോ മഹാരാജാവേ, എൻ്റെ കഥ ആ കൂനൻ്റെ കഥയേക്കാൾ ആശ്ചര്യകരമല്ലേ? അല്ല, രാജാവ് മറുപടി നൽകി. എനിക്കത് സമ്മതിക്കാനാവില്ല. നിന്നെ തൂക്കിക്കൊല്ലുകയല്ലാതെ രക്ഷയില്ല, നിങ്ങളെ ഓരോരുത്തരെയും. ഈ സമയം പ്രഭാതം പൊട്ടിവിടർന്നു. ഷഹ്റസാദ് ഔചിത്യപൂർവ്വം മൗനം പാലിച്ചു.